സ്വാശ്രയ ഫീസ് വർധനയ്ക്കെതിരായ UDF MLA-മാരുടെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. പ്രതിഷേധം തുടരുമെന്ന് രമേശ് ചെന്നിത്തല. അട്ടിമറിക്കുന്ന അപൂർവമായ സാഹചര്യമാണ് നമ്മൾ കേരളത്തിൽ കണ്ടത്. പ്രതിപക്ഷത്തിന് ബദൽ നിർദ്ദേശങ്ങളൊന്നുമില്ലെന്ന് പിണറായി വിജയൻ. നിർദ്ദേശമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. അവരൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചില്ല. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ വെട്ടിച്ചുരുക്കി നിയമസഭ പിരിഞ്ഞു. UDF യുവജന സംഘടനകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. സർക്കാരുമായി കരാർ ഉണ്ടാക്കാത്ത 3 മെഡിക്കൽ കോളേജുകൾക്ക് ഉയർന്ന ഫീസ് വാങ്ങാൻ അനുമതി. മെറിറ്റ് സീറ്റിൽ 7.5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഈടാക്കാം. സർക്കാർ വിജ്ഞാപനം. കരുണ, കണ്ണൂർ, KMCT മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി നൽകി. ഉയർന്ന ഫീസ് നിശ്ചയിച്ചത് ഹൈക്കോടതിയെന്ന് സർക്കാർ. KSRTCയിലെ ശമ്പള പ്രതിസന്ധി പരിഹാരം. SBTയിൽ നിന്ന് 70 കോടി രൂപ വായ്പയെടുക്കാൻ തീരുമാനം. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ പണിമുടക്കി. ബസ് സർവീസുകൾ ഭാഗികമായി മുടങ്ങി. മിക്ക ഡിപ്പോകളിലും ജീവനക്കാർ കൂട്ടാവധിയിൽ. സ്വാശ്രയ പ്രശ്നത്തിൽ പ്രതിപക്ഷ MLA-മാർ നിയമസഭയിൽ നടത്തിയ നിരാഹാര സമരം അവസാനിപ്പിച്ചു. VT ബൽറാം, റോജി M. ജോൺ എന്നിവരാണ് സമരം അവസാനിപ്പിച്ചത്. 7 ദിവസമായി നിരാഹാരമനുഷ്ഠിച്ചിരുന്ന ഷാഫി പറമ്പിലിനെയും ഹൈബി ഈഡനെയും രാവിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. നിയമസഭയ്ക്ക് പുറത്തുള്ള പ്രക്ഷോഭങ്ങൾ തുടരാനും ഇന്ന് ചേർന്ന UDF യോഗം തീരുമാനിച്ചു. നിയമസഭയ്ക്ക് 11 ദിവസത്തെ ഇടവേള വന്ന പശ്ചാത്തലത്തിലാണ് 8 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കാൻ UDF തീരുമാനിച്ചത്. വൈകിട്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല VT ബൽറാമിനും റോജി M. ജോണിനും നാരങ്ങാനീര് നൽകി. സമരത്തിലൂടെ സ്വാശ്രയ വിഷയത്തിലെ സർക്കാർ നിലപാടിനെ തുറന്നു കാണിക്കാൻ കഴിഞ്ഞതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കേണ്ടത് ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് തന്നെ പ്രശ്ന പരിഹാരത്തെ അട്ടിമറിക്കുന്ന അപൂർവമായ സാഹചര്യമാണ് നമ്മൾ കേരളത്തിൽ കണ്ടത്. ഏതെങ്കിലും ഒരു ജനകീയ മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, വൈസ് പ്രസിഡന്റ് CR മഹേഷ് എന്നിവർ സ്വാശ്രയ കരാറിനെതിരെ തുടങ്ങിയ സമരം ഇവർ ആശുപത്രിയിലായതോടെയാണ് UDF ഏറ്റെടുത്തത്. സെപ്റ്റംബർ 28-ന് ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, അനൂപ് ജേക്കബ് എന്നിവരാണ് നിയമസഭയിൽ നിരാഹാര സമരം ആരംഭിച്ചത്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് മൂവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മുസ്ലിം ലീഗ് MLA-മാർ അനുഭാവ സത്യാഗ്രഹവുമായി ഒപ്പമുണ്ടായിരുന്നു. നിരാഹാര സമരം നിർത്തിയെങ്കിലും മറ്റു പ്രക്ഷോഭ പരിപാടികൾ തുടരാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. നാളെ കളക്ടറേറ്റുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. 15-നും 16-നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സംഗമം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. സ്വാശ്രയ സമരം അവസാനിക്കുമ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. മാനേജ്മെന്റുകളോ പ്രതിപക്ഷമോ ഒരു ബദൽ നിർദ്ദേശവും വെച്ചില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മാനേജ്മെന്റുകളുമായി പ്രതിപക്ഷം ഒത്തുകളിച്ചുവെന്ന സംശയവും ഉന്നയിച്ചു. മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുകയാണെന്നും ഫീസ് കുറയ്ക്കേണ്ടെന്ന് മാനേജ്മെന്റുകളോട് AKG സെന്ററിൽ നിന്ന് ആവശ്യപ്പെട്ടതായും പ്രതിപക്ഷം ആരോപിച്ചു. സമവായം അട്ടിമറിച്ചത് മുഖ്യമന്ത്രിയുടെ പിടിവാശിയാണെന്ന പ്രതിപക്ഷ ആരോപണത്തിനാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. അവരുടെ നിർദ്ദേശം സർക്കാരിൻ്റെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ, അങ്ങനെ വല്ല നിർദ്ദേശമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. അവരൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചില്ല. ഇവർ തമ്മിൽ എന്തെങ്കിലും ധാരണ ഉണ്ടായിരുമെന്ന് എനിക്കറിയില്ല. അതിൽ നിന്ന് അവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമുള്ളൂ. എനക്കെന്താ അതിൽ ചെയ്യാൻ സാധിക്കുക? ഈ യോഗം വിളിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. മുഖ്യമന്ത്രി പറയുന്നത് വളരെ നട്ടാൽ കുരുക്കാത്ത നുണയാണ്, തെറ്റാണ്. ആരോഗ്യമന്ത്രിയും ആരോഗ്യ സെക്രട്ടറിയും കൂടി ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻ്റ് അട്ടിമറിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. CPM മാനേജ്മെന്റുകളെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവും പ്രതിപക്ഷം ഉന്നയിച്ചു. അതിനു മുമ്പ് AKG സെന്ററിൽ നിന്ന് ഫോൺ വന്നു, ഒരു കാരണവശാലും ഫീസ് കുറയ്ക്കരുത് എന്ന്. ഫീസ് കുറയ്ക്കാമെന്ന് മാനേജ്മെന്റുകൾ തങ്ങളോട് സമ്മതിച്ചിരുന്നതായും പ്രതിപക്ഷം വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം. CPM നേതാവും MLA-യുമായ ശ്രീ M. സ്വരാജ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, KPC ജനറൽ സെക്രട്ടറി ശ്രീ M. ലിജു കൊല്ലം സ്റ്റുഡിയോയിൽ, BJP സംസ്ഥാന സെക്രട്ടറി ശ്രീ VV രാജേഷ് കോഴിക്കോട്ട്, മാധ്യമപ്രവർത്തകനായ ശ്രീ NP ചേക്കുട്ടിയും കോഴിക്കോട്ട്. ആദ്യം ശ്രീ M. ലിജു, സമരം വിജയമാണോ? ആണെങ്കിൽ എങ്ങനെയാണ് സമരം വിജയമാവുന്നത്? ഫീസ് വർധന എന്നതായിരുന്നു സമരം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം. ഫീസ് കുറക്കാനായിട്ടില്ല സമരത്തിന്. പരിയാരത്ത് പോലും, സർക്കാരിന് നിയന്ത്രണാധികാരമുള്ള പരിയാരത്ത് പോലും ഫീസ് കുറക്കണം എന്ന ആവശ്യം നേടിയെടുക്കാനായിട്ടില്ല. അങ്ങനെയിരിക്കെ ഏത് വിധത്തിലാണ് പ്രതിപക്ഷ സമരം വിജയമാകുന്നത്? പ്രതിപക്ഷ സമരം കൊണ്ട് സ്വാശ്രയ കോളേജ് വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കേരളീയ സമൂഹത്തിന് മനസ്സിലായി എന്നതാണ് യാഥാർത്ഥ്യം.
ശക്തമായ പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി യഥാർത്ഥത്തിൽ സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റിന് പോലും മനംമാറ്റമുണ്ടായിരുന്നു. ശ്രീ എം എസ് നേതാവ് ശ്രീ ഫസൽ ഗഫൂർ പരസ്യമായി തന്നെ ഫീസ് കുറയ്ക്കുന്നതിന് തങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം നടന്ന മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൻ്റെ തീരുമാനവും അതുതന്നെയായിരുന്നു. എല്ലാവർക്കും അറിയാം, പ്രതിപക്ഷ നേതൃത്വത്തെയും കേരളത്തിലെ മാധ്യമങ്ങളെയൊക്കെ തന്നെ മാനേജ്മെൻറ്റുകൾ പലരും വളരെ കൃത്യമായി ഫീസ് ഞങ്ങൾ കുറയ്ക്കുവാൻ തയ്യാറാണ്, അതല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുത്ത് കുട്ടികൾക്ക് പഠനാവസരം ഒരുക്കാൻ തയ്യാറാണ് എന്നൊക്കെ വളരെ കൃത്യമായി വ്യക്തമാക്കിയതാണ്. അപ്പോൾ അതിലൂടെ തന്നെ വളരെ ഏകപക്ഷീയമായി സർക്കാരും മാനേജ്മെൻറ്റുകളും നടത്തിയ ഒരു നാടകത്തെ സംബന്ധിച്ച് സമൂഹത്തിന് ബോധ്യപ്പെട്ട് സാമൂഹ്യ സമ്മർദ്ദം കൊണ്ട് മാനേജ്മെൻറ്റിൽ പിന്നോട്ട് പോയൊരു സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇതിനെ അട്ടിമറിച്ചത് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ CPM ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വളരെ കൃത്യമായി തന്നെ മാനേജ്മെൻറ്റുകളെ ഭീഷണിപ്പെടുത്തി അവർ പിന്നോട്ട് പോയി. നമുക്ക് ഈ ചർച്ച കണ്ടാൽ മനസ്സിലാകുമല്ലോ. ശ്രീ പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം ചോദിച്ചു മാനേജ്മെൻറ്റുകളോട്, ഫീസ് കുറയ്ക്കാൻ തയ്യാറാണോ? ഫീസ് കുറയ്ക്കാൻ തയ്യാറല്ല. ഇന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണോ ഒരു ചർച്ച നടത്തുന്നത്? ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫീസ് കുറയ്ക്കുവാൻ ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ളൊരു മുഖ്യമന്ത്രി അദ്ദേഹം ഈ ഏകാംഗ നാടകത്തിൽ സംഭവിക്കുന്നത് പോലൊരു ചോദ്യം ചോദിച്ച് മാനേജ്മെൻറ്റുകളെ പറഞ്ഞു വിട്ടു എന്നാണ് അദ്ദേഹം തന്നെ സംസാരിക്കുന്നത്. മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്ത അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വകാര്യ മാനേജ്മെൻറ്റിലും മറ്റാളുകളുമൊക്കെ പുറത്തു പറഞ്ഞ കാര്യമനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഹെൽത്ത് സെക്രട്ടറിയെയും ആരോഗ്യമന്ത്രിയെയും മാനേജ്മെൻറ്റുകളെയും വിരട്ടി ഓടിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അതിലൂടെ അദ്ദേഹം കൊടുക്കുന്ന മെസ്സേജ് കൃത്യമാണ്. പ്രതിപക്ഷ സമരം വിജയിക്കേണ്ട, ഞാനൊരു തീരുമാനമെടുത്തു, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്ന വളരെ കൃത്യമായ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. വലിയ അഴിമതി ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 83 കോടി രൂപ തന്നെ മാനേജ്മെൻറ്റുകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ആ ഫീസ് സ്ട്രക്ചർ പരിശോധിച്ചാൽ, അത് കൂടിയ ഫീസ് വർധനവ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കൃത്യമായ അഴിമതിയുണ്ട്, അത് ജനത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരും മാനേജ്മെൻറ്റുകളും നടത്തിയ ഒത്തുകളി സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. CPM-ഉം ശ്രീ പിണറായി വിജയനും CPM-ഉം നടത്തിയ ഭീഷണിയും അവരുടെ ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാതെ ഇത്തരം ഉള്ള ഒരു മൂരാച്ചി സ്വഭാവം ജനത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സ്വരാജ്, ഒരു സമരം വിജയമാകുന്നത് സമരം ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണമായി, ഞാൻ തിരിച്ചു വരാം ലിജു, പൂർണ്ണമായി നേടുമ്പോൾ മാത്രമല്ലല്ലോ. ആ സമരം ഉന്നയിക്കുന്ന വിഷയം ജനങ്ങൾക്ക് ഉള്ളിലേക്ക് എത്തിക്കാനാകുന്നത് കൂടെ ആ സമരത്തിൻ്റെ വിജയമാണ്. എന്ന് മാത്രമല്ല, ഇവിടെ ഈ സമരം തീർന്നിട്ടുമില്ല, തുടരുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അവരുന്നയിക്കുന്ന വിഷയങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്തും സ്വാശ്രയ ഫീസ് വലിയ തോതിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട് എന്ന വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നയിടത്തെങ്കിലും അവരുടെ സമരം വിജയമാണ് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? സമ്മതിച്ചു കൊടുക്കുമോ? അല്ല, ഇവരുടെ സമരത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷേപം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ചർച്ച തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾക്കേ സമരം എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് അവസാനിച്ചിട്ടില്ലെങ്കിലും വിജയിക്കുന്നില്ലേ എന്നൊക്കെ വിലയിരുത്താൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയും വിലയിരുത്താൻ നിങ്ങൾക്കറിയാം എന്ന് മനസ്സിലായതിൽ വലിയ സന്തോഷമുണ്ട്. കൂടുതലൊന്നും അതിലേക്ക് ഞാൻ പോകുന്നില്ല. ജയിച്ചതാര് എന്നാണ് നിങ്ങളിപ്പോൾ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സമരം കഴിഞ്ഞു എന്നൊരു സൂചനയാണ് അതിലുള്ളത്. പക്ഷേ ഇവിടെ ലിജുവും നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളത് സമരം പുറത്ത് തുടരും എന്നാണ്. അപ്പോൾ സമരം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജയിച്ചോ തോറ്റോ എന്നൊക്കെ സമരം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ. ഒരു കാര്യം ഞാൻ പറയാം, ഉയർന്നു വരുന്ന ഒരു സമരത്തെയും ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന ഒരു രീതി എനിക്കില്ല. ഞാനങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നവർ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു അവസരത്തിലെങ്കിലും പരിശോധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ മഷിക്കുപ്പി അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ സമരത്തെ പരിഹസിക്കുന്ന ഒരു സമീപനം സമരക്കാരുടെ ഭാഗത്തുണ്ടായപ്പോൾ അതിനെ വിമർശിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ലിജു പറഞ്ഞ വിഷയങ്ങളിലേക്ക് വരാം. ലിജുവും ലിജുവിൻ്റെ മുന്നണിയും ഇപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആക്രമണങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിപ്പോൾ എത്രയോ കാലമായി. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പും കേരളീയ സമൂഹത്തിൽ ചില മാധ്യമങ്ങളുടെ പിന്തുണയോടെ ഇവരുടെ പാർട്ടി മുന്നണിയൊക്കെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ നമുക്ക് അറിയുന്നതാണല്ലോ. അപ്പോൾ അതിലൊന്നും വലിയ പുതുമയില്ല. മുഖ്യമന്ത്രി സഭയിൽ കാര്യങ്ങൾ ഇന്ന് വിശദീകരിച്ചു. ആ വിശദീകരിച്ച കാര്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് ഒരു വിയോജിപ്പും പ്രകടിപ്പിച്ചില്ല. ഇപ്പോൾ ലിജു ഇവിടെ പറയുന്ന വിയോജിപ്പ് പ്രതിപക്ഷ നേതാവ് സഭയിൽ പ്രകടിപ്പിച്ചില്ല. അദ്ദേഹം പൂർണ്ണമായും നിശബ്ദനായി അത് കേൾക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി പറഞ്ഞ വിശദീകരണം എന്താണ്? ഞാൻ കൂടുതൽ സമയമെടുത്ത് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവും ബഹുമാനായ ഡോക്ടർ MK മുനീറും മറ്റു നേതാക്കന്മാരും മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇതാ സ്വകാര്യ മാനേജ്മെൻറ്റുകൾ ഫീസ് കുറയ്ക്കാൻ തയ്യാറാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
അവരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കണം. ഇത് ഇവരാവശ്യപ്പെട്ടതാണ്. അപ്പം മുഖ്യമന്ത്രി അവരോട് തന്നെ പറഞ്ഞു ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് തടസ്സമില്ല, പക്ഷെ ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞതാണ്. കരാറിൽ ഏർപ്പെട്ട ശേഷം പുതിയൊരു നിർദ്ദേശം വെക്കാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവും സംഘവും പറഞ്ഞു അവർ തയ്യാറാണ് വിട്ടുവീഴ്ചയ്ക്ക്, അവർ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഒരു നിർദ്ദേശവും അങ്ങോട്ട് വെക്കില്ല, അവർക്ക് നിർദ്ദേശമുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. ഇത് പ്രതിപക്ഷ നേതാവിനോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണപ്പോൾ. അതിനോട് വിയോജിപ്പുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അവർക്ക് പറയായിരുന്നു, വിയോജിച്ചിട്ടില്ല. യോഗം വിളിച്ചു, യോഗത്തിൽ മുഖ്യമന്ത്രി ചോദിച്ചു നിങ്ങൾ പുതിയ നിർദ്ദേശം വെച്ചതായി പറയുന്നു, നിർദ്ദേശമുണ്ടോ? അപ്പോൾ എന്താ പറഞ്ഞത് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ? അവർ പറഞ്ഞു ഞങ്ങളുടെ അസോസിയേഷൻ യോഗം ചേർന്നിട്ടാണ് വരുന്നത്, ഞങ്ങൾക്കൊരു നിർദ്ദേശവുമില്ല, ഞങ്ങൾ കുറക്കാൻ തയ്യാറല്ല, ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. പിന്നെ അങ്ങനെ ചർച്ച മുൻപോട്ട് പോകും? ഇതാണ് വസ്തുത. എന്തിനാണ് നമ്മൾ ഈ വസ്തുത കണ്ടില്ല എന്നടിക്കുന്നത്? അതാണ് വസ്തുത. ശ്രീ സ്വരാജ്, പക്ഷേ ഞാൻ ഉന്നയിച്ച ചോദ്യത്തിലെ പ്രധാനപ്പെട്ട പോയിന്റിനോട് താങ്കൾ പ്രതികരിച്ചില്ല. അതായത് അവരുന്നയിക്കുന്ന വിഷയം നാട്ടുകാർക്കിടയിൽ എത്തിക്കാൻ നിങ്ങളുടെ കാലത്ത് സ്വാശ്രയത്തിൻ്റെ പേരിൽ നിരവധിയായുള്ള സമരങ്ങൾ നടത്തുന്ന ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വന്നാലും അവർ 5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ഫീസ് വർധന ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന പോയിന്റിനെ നാട്ടുകാർക്കിടയിൽ എത്തിക്കാൻ അവരുടെ സമരത്തിന് സാധിച്ചു. അത് ഒരു വിജയമാണോ അല്ലയോ എന്ന് താങ്കൾ പറഞ്ഞില്ല. ഞാൻ പറയാം, അതാണ് ആ അഭിപ്രായമാണ് പറയേണ്ടതെങ്കിൽ ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവർ ഈ പണ്ട് ചെയ്ത പോലെ സമരത്തെ പുച്ഛിച്ചും ആക്ഷേപിച്ചും അപമാനിച്ചൊന്നും പരിഹസിക്കാനൊക്കെ നിന്നാൽ എമ്പാടുമുണ്ട്, ഞാനതിനില്ല. പിന്നെ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഈ വിഷയം ജനങ്ങൾ ചർച്ചയാക്കാൻ കഴിഞ്ഞു, ആവട്ടെ. പക്ഷെ ഒന്നുണ്ട്, ഞങ്ങളുടെ നയം ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സമീപനത്തിന് തന്നെ എതിരാണ്. ഇത് നിങ്ങളുണ്ടാക്കിയ അപകടമാണ്. നിങ്ങളാണ് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ പറ്റിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഇവിടെ ഒരു ക്ഷമാപണം നടന്നത്. ഇത് നിങ്ങളുണ്ടാക്കിയ ഒരു സാമൂഹ്യ ദുരന്തമാണ്. ഞങ്ങൾ തലവരി ഫീസൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം അനുകൂല സാഹചര്യത്തിൽ നടത്തി നോക്കുകയാണ്. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയെ ശുദ്ധീകരിക്കാൻ ഒരു പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ പരിശ്രമത്തിൻ്റെ ആദ്യ ചുവടുവയ്പ്പാണ് ഇപ്പോഴുള്ളത്. പിന്നെ ഫീസ് വർധനവിനെ കുറിച്ചൊക്കെ വല്ലാതെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, സ്വാശ്രയ വിദ്യാഭ്യാസം ഇവിടെ ആരംഭിച്ചതിന് ശേഷം മെഡിക്കൽ രംഗത്ത് ഏറ്റവും ഉയർന്ന ഫീസ് വർധനവ് എന്നാ വന്നതെന്നറിയോ? ഇല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞുതരാം. അപ്പോൾ അതുകൂടിയൊക്കെ ഒന്ന് ഓർത്തോ, ആ കൊല്ലം ഏതാണ്, ആരായിരുന്നു ഭരിച്ചത്, എത്രയായിരുന്നു വർദ്ധിച്ചത്, അതൊന്നും മറന്നിട്ട് നമ്മൾ പോകണ്ട. പറഞ്ഞോളൂ. അത് അല്ല, അത് ആർക്കെങ്കിലും ഒരു ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ അപ്പോൾ പറയാം, ഞാൻ വെറുതെ സമയം കളയണ്ട. അത് പിന്നത്തേക്ക് വെക്കേണ്ട സ്വരാജ്, പറഞ്ഞാൽ എനിക്ക് അതിന്മേൽ പിടിച്ച് ചോദ്യം ചോദിക്കാമല്ലോ. 2003 കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനവുണ്ടായത്. അത് ലക്ഷത്തിന് മേലായിരുന്നു വർധനവ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ലിജു. ശ്രീ സ്വരാജ് താങ്കളിലേക്ക് വരാം. ശ്രീ NP ചേക്കുട്ടി, സമരം വിജയമാണോ എന്നതാണ് ചോദ്യം. സമരം കഴിഞ്ഞിട്ടില്ല, ഇനിയും തുടരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമരത്തിന് ഇടവേളയുണ്ട്. ഈ പറയുന്ന പോയിന്റിലെങ്കിലും ഇടതുപക്ഷ സർക്കാരും സ്വാശ്രയ വിഷയത്തിൽ കുറ്റവാളികളാണ്, ഞങ്ങൾ കുഴപ്പക്കാരാണെങ്കിൽ അവരും കുഴപ്പക്കാരാണ് എന്ന് സ്ഥാപിക്കാനെങ്കിലും ഈ സമരത്തിന് സാധിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ ഇമ്മട്ടിൽ ഫീസ് കുറയ്ക്കാനുള്ള നിലപാടെടുക്കാവുന്ന സാഹചര്യത്തെ പോലും തട്ടിക്കളയുന്നൊരു ഭരണാധികാരിയാണ് എന്ന് സ്ഥാപിക്കാൻ ഈ പ്രതിപക്ഷ സമരത്തിന് സാധിച്ചിട്ടുണ്ടോ? സമരം വിജയമാണോ പരാജയമാണോ എന്നുള്ളത് അതിനേക്കാൾ പ്രധാനം എനിക്ക് തോന്നുന്നത്, ഈ സമരം UDF രാഷ്ട്രീയമായിട്ട് വളരെ ശക്തമായിട്ട് വീണ്ടും പൊതുസമൂഹത്തിലേക്ക് തിരിച്ചു വരാൻ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെയേറെ ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുകയായിരുന്നു UDF. അവർ രാഷ്ട്രീയമായിട്ട് തമ്മിലുള്ള ഭിന്നതകൾ കാരണം പ്രതിസന്ധിയിലായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കകത്ത് അതിൻ്റെ ഇൻറ്റേർണൽ ക്രൈസിസ് വളരെയേറെ മൂർച്ഛിച്ചു നിന്നൊരു സമയമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി വളരെ ശക്തമായിട്ടുള്ള ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ജനങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ട് മാറാനും UDF കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ സമരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഈ കരാർ ഏർപ്പെടുന്ന സമയത്ത് ഇടതുപക്ഷ സർക്കാർ ചില തെറ്റുകൾ ഇടതുപക്ഷ സർക്കാരിന് പറ്റി എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം അത്രയേറെ വലിയ തരത്തിലുള്ള ഒരു ഫീസ് വർധനവാണ് ഈ കരാർ കൊണ്ടുണ്ടായത്. അപ്പം അങ്ങനെയുള്ളൊരു ഫീസ് വർധനവ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ വേണ്ട വിധം വിജയിച്ചില്ല എന്ന തോന്നലുണ്ടാക്കുന്നതിൽ UDF വിജയിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടൊരു നേട്ടമായിട്ടാണ് കാണേണ്ടത്. കാരണം ഈ സ്വാശ്രയ കോളേജുകൾ ഒരു റിയാലിറ്റിയായി മാറിക്കഴിഞ്ഞു, നമുക്കതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷേ അവയെ നിലയ്ക്ക് നിർത്തുന്നതിൽ, അവയെ ശക്തമായി നിയന്ത്രിച്ച് നിർത്തുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ആർജവം
നിർഭാഗ്യവശാൽ ഇത്തവണ അവരുടെ കരാറിലൂടെ ഉണ്ടായിട്ടില്ല. ജനതാൽപര്യം സംരക്ഷിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന തോന്നൽ ശക്തിപ്പെടുത്തുന്നതിന് UDF കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് ഈ സമരം ഒരു വിജയമാണ്. തിരിച്ചു വരാം. ശ്രീ VV രാജേഷ്, താങ്കൾ ഏതിടത്താണ് നിൽക്കുക? അതായത് സ്വാശ്രയ വിഷയം സംബന്ധിച്ച് ഇക്കാലം അത്രയും തുടർന്നു വന്ന പ്രതിസന്ധികൾക്ക് പ്രശ്നത്തിന് പരിഹാരമാക്കാൻ ആർജവമുള്ളൊരു സർക്കാർ എടുത്ത ആദ്യ ചുവട്, അതിനുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അത് അവിടെ നിൽക്കുമ്പോൾ തന്നെയും സാധാരണക്കാർക്ക് സാധാരണ ഫീസിൽ പഠിക്കാനുള്ള, കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള സീറ്റുകളുടെ എണ്ണം കൂട്ടിയെടുത്തിട്ടുണ്ട് ഈ സർക്കാർ. അങ്ങനെ ഒരു നേട്ടമുണ്ടായിട്ടുണ്ട്. അടുത്ത വർഷം മുതൽ ഈ കാര്യങ്ങളെ പൂർണ്ണമായി ശരിയാക്കാൻ ആകും എന്ന ഇച്ഛാശക്തിയുമുണ്ട് ഈ സർക്കാരിന്. പക്ഷേ അപ്പുറത്ത് ഈ സർക്കാരിന് കൂടെ ഇതുമാത്രമേ പറ്റുമായിരുന്നുള്ളൂ. ഇത്രമാത്രം ഫീസ് വർധന ഉണ്ടാക്കിയിരിക്കുന്നു. അവർക്ക് നിയന്ത്രണാധികാരമുള്ള പരിയാരത്ത് പോലും ഫീസ് വർധന കുറച്ചു കൊണ്ടുവരാനുള്ള അവസരം മുന്നിലേക്ക് വന്നിട്ട് പോലും ആ അവസരങ്ങൾ ഉപയോഗിക്കാതെ ഈ സർക്കാരും ചെയ്തത് അങ്ങനെയൊക്കെ തന്നെയാണ്, ഇവർക്കും അങ്ങനെ ചെയ്യാനാകൂ എന്ന് രാഷ്ട്രീയ സന്ദേശം നാട്ടുകാർക്കിടയിൽ എത്തിക്കാൻ ഒറ്റക്കെട്ടായിട്ടുള്ള UDF സമരത്തിന് കഴിഞ്ഞു എന്ന് അവരും പറയുന്നു. BJPക്കുള്ള അഭിപ്രായം എന്താണ്? സനീഷേ, താങ്കൾ നേരത്തെ ചോദിച്ചതിനും കൂടെ ഞാൻ ഒന്ന് ഉത്തരം പറയാം. എന്നോടല്ല ചോദിച്ചെങ്കിലും ഈ സമരത്തിൽ വിജയിച്ചിട്ടുണ്ടോ, ആരാണ് വിജയിച്ചതെന്ന്? ഈ സമരത്തിൽ ജനങ്ങൾ പരാജയപ്പെട്ടു. അതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട ഉത്തരം. മറ്റൊന്ന്, താങ്കൾ പറഞ്ഞല്ലോ സാധാരണക്കാർക്ക് കോളേജിൽ പഠിക്കുവാനുള്ള ഒരു സുവർണാവസരം. ആ സുവർണാവസരം ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം കൊണ്ട് സുപ്രീം കോടതിയുടെ 2016 മെയ് മാസം 2-ാം തീയതി വന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സുവർണാവസരം കൈവന്നു. പക്ഷേ ഭരണപക്ഷവും ഒപ്പം നിന്നുകൊണ്ട് പ്രതിപക്ഷവും ആ സുവർണാവസരത്തെ കൈവിട്ട് കളയുകയും നശിപ്പിക്കുകയുമാണ് ചെയ്തത്. ഹൈക്കോടതിയിൽ മാനേജ്മെൻറ്റുകൾ കേസ് കൊടുത്തപ്പോഴേക്ക് എന്തേ സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതി വിധി അവിടെ ചൂണ്ടിക്കാട്ടിയില്ല? മാനേജ്മെൻറ്റുകളുടെ ഭാഗം ഹൈക്കോടതിയിൽ വിജയിച്ചപ്പോഴേക്കും ഗവൺമെൻറ് പരാജയപ്പെട്ടപ്പോൾ, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അതിനെതിരെ ചെറിയ ചെറിയ ന്യായങ്ങൾ, വാദങ്ങൾ മുഴക്കിക്കൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നതെന്ന് ഗവൺമെൻറ് പിൻവാങ്ങിയല്ലോ. അപ്പോൾ സാധാരണക്കാരൻ്റെ മക്കൾക്ക് തലവരിപ്പണം കൊടുക്കാതെ സാധാരണ ഫീസ് കൊടുത്ത് പഠിക്കുവാൻ കിട്ടിയ ഒരു സുവർണാവസരത്തെ ഭരണപക്ഷം വളരെ ബോധപൂർവം നശിപ്പിക്കുകയായിരുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസ് അവർ നടത്തുന്ന സമരത്തെ ഞാൻ അംഗീകരിക്കുന്നു, അവരുടെ സമരശേഷിയെ ഞാൻ വളരെ ബഹുമാനത്തോടെ കാണുന്നു. പക്ഷേ ഈ വിഷയത്തിൽ കോൺഗ്രസിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും കോൺഗ്രസ് UDF ഭരിച്ച സമയത്ത്, UPA ഭരിച്ച സമയത്ത് മാനേജ്മെൻറ്റ് കോളേജുകളെ നിലയ്ക്ക് നിർത്തുവാനുള്ള ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി UPSക്ക് സാധിച്ചില്ലല്ലോ, കോൺഗ്രസിന് സാധിച്ചില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ സമരത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലുള്ള ആത്മാർത്ഥതയെക്കുറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സംശയമുണ്ട്. മറ്റൊന്ന്, മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് ഫീസ് കുറയ്ക്കുവാൻ തയ്യാറായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചതിന് ശേഷം മാനേജ്മെൻറ്റുകളോട് ചോദിച്ച ഭാഷയുണ്ടല്ലോ, അദ്ദേഹം CPMൻ്റെയൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ എതിരാളികളോട് ചോദിക്കുന്ന, എതിരാളികളെ നേരിടുന്ന ഒരു ശരീരഭാഷ, ഇനിയിപ്പോൾ LDFൻ്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ തരത്തിൽ ന്യായീകരിച്ചാലും അദ്ദേഹം ആ ഭാഷയിൽ ചോദിച്ചപ്പോഴേക്കും മാനേജ്മെൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ മുട്ടുവിറക്കിയായിരുന്നു. അങ്ങനെയാണ് ഈ വിഷയം പരിഹരിക്കപ്പെടാതെ പോയത്. ഇവിടെ പ്രശ്നം നമ്മളൊക്കെ തന്നെ ഫീസ് വർധനവ് എന്ന ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുക. ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ തലവരിപ്പണം ഇവിടെ വാങ്ങുകയാണ്. അപ്പോഴേക്ക് എന്താ ആരോഗ്യവകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി ചോദിച്ചത്? നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യക്ക് പുറത്ത് ദുബായിലും അബുദാബിയിലും കുവൈറ്റിലും വെച്ച് നടത്തുന്ന ലേലം വിളികൾ, അവിടെ വെച്ച് നടത്തുന്ന ട്രാൻസാക്ഷനുകൾ, അതുപോലെ തന്നെ രാത്രിയുടെ മറവിൽ കോഴ വാങ്ങാൻ വേണ്ടി വൈദഗ്ധ്യം നേടിയ കോഴ വീരന്മാർ പണം വാങ്ങുന്നത് ആർക്കാ തെളിവ് കൊണ്ടു കൊടുക്കാൻ സാധിക്കുന്നത്? ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഈ നിയമസഭയ്ക്കകത്ത് BJPക്ക് ഒരു അംഗമുണ്ട്. ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് ഈ കാര്യത്തിൽ? ഈ പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഈ പറയുന്ന വിഷയം അവിടെ നടക്കുമ്പോൾ കേരളത്തിലെ തന്നെ BJPയുടെ ഏറ്റവും മുതിർന്ന അംഗം അവിടെ ഉണ്ടായിട്ട് എന്ത് ചെയ്തു? ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമരം നടക്കുന്ന ദിവസങ്ങളിൽ നല്ല ആവേശത്തിലായിരുന്നു പാർട്ടി. കാര്യം പ്രധാനമന്ത്രിയും അഖിലേന്ത്യാ അധ്യക്ഷനും അടക്കമുള്ള ആളുകൾ വന്ന് നല്ല ആവേശമുണ്ടാക്കി പോയതാണ്. പക്ഷേ ഇത് ജനങ്ങൾക്ക് അനുകൂലമായി ഈ കാര്യത്തിലെ നിലപാട് സ്വീകരിപ്പിക്കാനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഈ ഊർജം നിങ്ങൾക്ക് ശേഷി നൽകിയിട്ടുണ്ടോ എന്ന് മാത്രമല്ല, അന്ന് അമൃതാനന്ദമയിയുടെ പിറന്നാൾ ചടങ്ങിലോ മറ്റോ പങ്കെടുക്കുകയായിരുന്നു ആ അംഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുക, കോഴ വാങ്ങുന്നു എന്ന് പറയുക എന്നല്ലാതെ തെളിവുകളില്ലാതെ ഇന്ന കാര്യത്തിൽ ഇന്ന നിലപാടെടുക്കുമെന്ന് സർക്കാരിനോടോ പ്രതിപക്ഷത്തോടോ പറയാനില്ലാതെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു സാങ്കത്യവുമില്ലാതെ പോയില്ലേ ഈ ഘട്ടത്തിൽ? സനീഷ്, ഇതിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള
വളരെ നേരോടെയുള്ള നിലപാട് സ്വീകരിച്ചത് BJP അല്ലേ? ഞാൻ അതിശയത്തോടെ നോക്കുകയാണ്. മീഡിയ വൺ ചാനലിൽ ഇപ്പോൾ നമ്മൾ ചർച്ച നടത്തുമ്പോഴേക്കും കാണിക്കുന്ന ഒരു വിഷ്വൽസിലും ABVP എന്ന് തിരുവനന്തപുരത്ത് നടത്തിയ സമരത്തെക്കുറിച്ച് നിങ്ങൾ കാണിക്കുന്നില്ല. UDF യുവജന സംഘടനകൾ സമരം നടത്തിയെന്നാണ് ഹെഡ്ലൈനിൽ പറഞ്ഞതെങ്കിലും ഇന്ന് ABVPയുടെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള 10-15 പ്രവർത്തകർ തിരുവനന്തപുരത്ത് റിമാൻഡിലാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ ഒക്ടോബർ 2-ാം തീയതി മുഖ്യമന്ത്രിയെ പാളയത്ത് വെച്ച് ഓവർബ്രിഡ്ജിൽ വെച്ച് കരിങ്കൊടി കാണിച്ചു എന്ന് കരുതിയിട്ട് 6 യുവമോർച്ച പ്രവർത്തകർ റിമാൻഡിലായിരുന്നു. ഇന്നലെ അവർ പുറത്തിറങ്ങിയത്. ഇന്ന് കോഴിക്കോട് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് നേരെ ശക്തമായ ലാത്തിചാർജ് പോലീസ് നടത്തി. ഇതൊന്നും തന്നെ മീഡിയ വണ്ണിന്റെ ഒരു വിഷ്വൽസിൽ ഇപ്പോൾ കാണിക്കുന്ന പല സീനുകളും ഉണ്ടല്ലോ, ഒന്നിനും തന്നെ ഞങ്ങൾ നടത്തിയ സമരങ്ങൾ കാണിക്കുന്നില്ലല്ലോ. അങ്ങനെ കാട്ടാതെ വരികയും എന്നിട്ട് ഞങ്ങൾക്ക് നേരെ നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങൾക്ക് ആവേശം കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് മറുപടിയാ പറയാൻ? വളരെ പ്രസക്തമായ പോയിന്റാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അത് പ്രധാനമാണ് ആ പോയിന്റ് താങ്കൾ ഉന്നയിക്കുന്നത്. മാധ്യമങ്ങൾ തമസ്കരിച്ച് കളയായിരുന്നു താങ്കളുടെ നേതൃത്വത്തിലുള്ള സമരത്തെ, താങ്കളുടെ പാർട്ടിയുടെ സമരത്തെ. ശ്രീ M. ലിജു, ഇത് സംബന്ധിച്ച് ഇന്ന് പിണറായി വിജയൻ നിയമസഭയ്ക്കകത്ത് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് സർക്കാരിന് ഒറ്റ നിലപാടേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യകാലം മുതൽ. ഈ കരാറിൽ എത്തിയിട്ടുണ്ട്, ഈ കരാറിൽ നിൽക്കും, ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കും, കോഴയടക്കമുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ അവയെ പരാതി സ്വീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും, അന്വേഷണം നിങ്ങൾ പറയുന്ന ഏജൻസിയെ കൊണ്ട് നടത്തിയേക്കും. ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് പിണറായി വിജയനും ഈ സർക്കാർ നിൽക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് സമരത്തിലേക്ക് ഇറങ്ങിപ്പോയി ഒരു കാര്യവും നേടിയെടുക്കാനായിട്ടില്ല. ശ്രീ സനീഷ്, ഞാൻ ആദ്യം ശ്രീ സ്വരാജ് പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് എനിക്ക് സംസാരിച്ച് അടുത്ത കാര്യത്തിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. ശ്രീ M. സ്വരാജ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാശ്രയ കോളേജുകളോട് ഞങ്ങൾക്ക് ആശയപരമായി യോജിപ്പില്ല, പിന്നെ UDF തുടങ്ങിയതായതുകൊണ്ട് ഞങ്ങളതിനെ സഹിച്ചു പോകുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ശരിയാണ്, ഇടതുപക്ഷം സ്വാശ്രയ കോളേജുകളോട് എതിർപ്പ് പ്രകടിപ്പിച്ചവരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ പ്രസക്തമാണ്. ഒന്ന്, സ്വാശ്രയ കോളേജ് എന്ന ആശയത്തോട് എതിർപ്പുള്ളവർ, അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ മക്കളെ സ്വാശ്രയ കോളേജിൽ പഠിക്കാൻ വിടരുത്. ആ ആശയപരം ഞങ്ങൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ സർക്കാർ കോളേജുകളിൽ മാത്രം പഠിപ്പിക്കണം, അതല്ലെങ്കിൽ തന്നെ സ്വാശ്രയ കോളേജുകളിൽ സർക്കാർ മെറിറ്റിൽ മാത്രമേ ഞങ്ങൾ പഠിപ്പിക്കാവുള്ളൂ. ഞാൻ സംസാരിക്കുകയാണ്. തീർച്ചയായും അതുകൂടി പറയാം. അപ്പോൾ സ്വാശ്രയ കോളേജുകളിൽ മക്കളെയും ബന്ധുക്കളെയും പഠിപ്പിക്കരുത്. 2, സ്വാശ്രയ കോളേജുകളുടെ നടത്തിപ്പ് ഏറ്റെടുക്കരുത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബഹുമാന്യനായ സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് വാർത്തകളനുസരിച്ച് മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ്റെ 2 കൊച്ചുമക്കളും മെഡിസിന് പഠിക്കുന്നത് സ്വാശ്രയ കോളേജിലാണ്. ശ്രീ S. ശർമ്മയുടെ കുടുംബാംഗങ്ങൾ പഠിക്കുന്നതായി വിവരമുണ്ട്. ബഹുമാന്യനായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മക്കൾ പഠിച്ചതും സ്വാശ്രയ കോളേജുകളിലായിരുന്നു. ഞാൻ അതിനൊന്നും എതിർപ്പ് പറയുകയല്ല. ആശയപരമായ എതിർപ്പുണ്ടായി എന്നുണ്ടെങ്കിൽ അണികളോടും അനുഭാവികളോടും തങ്ങളുടെ ആശയം പറയുന്നുണ്ടെങ്കിൽ അത് പ്രായോഗികമായി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഈ നേതാക്കന്മാർക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. 2, സ്വാശ്രയ കോളേജിൻ്റെ നടത്തിപ്പ്. ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ നടത്തിപ്പ് ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കാണ്. അവർ ഈ ആശയം പറയുന്നത് നടത്തിക്കൊണ്ട് പോകുവാൻ ഞങ്ങൾക്ക് ഈ ഫീസ് വേണം. കഴിഞ്ഞ UDF സർക്കാരിന് കൊടുത്തതിനേക്കാൾ 1 ലക്ഷം രൂപയുടെ ഫീസ് വർധനമാണ് പരിയാരം മെഡിക്കൽ കോളേജ് ഭരണസമിതിക്ക് ഈ ഗവൺമെൻറ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും സ്വാശ്രയ സങ്കല്പത്തോട് എതിർപ്പുണ്ടെന്ന് പറയുന്ന ശ്രീ M. സ്വരാജിൻ്റെ പാർട്ടിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൻ്റെ പ്രവർത്തനം ഇത്തരത്തിലാണ്. ഇപ്പോൾ സ്വരാജ് പറയും UDF നേതാക്കന്മാരുടെ മക്കൾ പഠിക്കുന്നില്ലെന്ന്. ശരിയാണ്, UDF നേതൃത്വത്തിന് ഒരിക്കലും സ്വാശ്രയ കോളേജ് ആശയത്തോട് എതിർപ്പുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു കാപട്യത്തിൻ്റെ പ്രശ്നമില്ല. ഇവിടെ ഇത് കൃത്യമായ ഹിപ്പോക്രസിയാണ്. ആ കാര്യത്തിൽ സംശയവും വേണ്ട. ഒരു നിമിഷം രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. അങ്ങനെയല്ല, സംവാദമാകുമ്പോൾ വളരെ ശ്രീ സ്വരാജ്, ഹിപ്പോക്രസിയാണ്. ആശയപരമായ വിയോജിപ്പ് ഉണ്ടായിരിക്കെ തന്നെ ഇപ്പറയുന്ന ഏർപ്പാടുകളിൽ ഏർപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ ഫീസ് വർധനയായിട്ട് കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശം. അതെ, ഞാനതിലേക്ക് വരാം. അതിന് മുമ്പ് ഒരൊറ്റ ചെറിയ കാര്യം, ഈ ബഹുമാന്യനായ VV രാജേഷ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ അതിന് ഓരോന്നിനും മറുപടി പറഞ്ഞ സമയം കളയുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, നിങ്ങളിവിടെ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞുമില്ല. ഞാൻ ആവർത്തിക്കുന്നു, നിയമസഭയ്ക്കകത്തുള്ള BJPയുടെ പ്രതിനിധി ബഹുമാന്യനായ ശ്രീ O. രാജഗോപാൽ ഈ രാജേഷിന്റെ ഒരു അഭിപ്രായവും സഭയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ നിശബ്ദനായി ആ സഭയ്ക്കകത്ത് ഇരിക്കുകയാണ് വരുമ്പോൾ ചെയ്യാറ്. ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ രാജേഷിന്റെ നയമാണോ ബഹുമാന്യനായ രാജഗോപാലിന്റെ നയമാണോ BJPയുടെ നയം എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്.
ഒന്ന് അവിടെ നിൽക്കട്ടെ. പിന്നെ ലിജു ഇവിടെ പറഞ്ഞ പ്രശ്നം, ബഹുമാനപ്പെട്ട ലിജു, ഞാൻ പറഞ്ഞത് സ്വാശ്രയ കോളേജുകൾ എന്ന സങ്കല്പത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് തന്നെയാണ്. പക്ഷെ അത് കേരളത്തിൽ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നാം എന്തു ചെയ്യും? അതിലെ അസ്വീകാര്യമായ വശത്തെ അതിജീവിക്കാൻ സാധ്യമായ മാർഗങ്ങൾ ചെയ്യും. താങ്കൾ ഇവിടെ പറഞ്ഞു CPM നേതാക്കന്മാരുടെ മക്കളെക്കുറിച്ച്. നിങ്ങളിവിടെ പറഞ്ഞ മക്കളൊന്നും മാനേജ്മെൻറ്റിൻ്റെ ഔദാര്യം പറ്റി മാനേജ്മെൻറ്റ് സീറ്റിലോ NRI സീറ്റിലോ അല്ല പഠിക്കുന്നത്. അതിൽ ചിലരൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. കേരളത്തിൽ എഞ്ചിനീയറിംഗ് സീറ്റ് 40,000 ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ നിങ്ങളെക്കുറിച്ച് വന്ന ആരോപണം നിങ്ങളുടെ നേതാക്കന്മാരുടെ മക്കൾ ഇത്തരം സ്ഥാപനങ്ങൾ പഠിക്കുന്നു എന്നല്ല. ആ പഠിക്കാനുള്ള അവകാശത്തെ അല്ല ചോദ്യം ചെയ്തത്. മാനേജ്മെൻറ്റിൻ്റെ ആനുകൂല്യം പറ്റി മാനേജ്മെൻറ്റ് സീറ്റിൽ പഠിക്കുന്നുവെന്നാണ്. അതിൽ പലർക്കും എൻട്രൻസ് പരീക്ഷയിൽ യോഗ്യത പോലും ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. അത് ആണ് മുൻപ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒളിച്ചോടരുത്. പിന്നെ പരിയാരമാണ് നിങ്ങൾ പറഞ്ഞത്. പരിയാരത്തെക്കുറിച്ച് ലിജു പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ ആ പരിയാരം കോളേജ് സർക്കാർ ഏറ്റെടുത്തതല്ലേ? നിങ്ങളുടെ ഗവൺമെൻറ് അല്ലേ തിരിച്ച് വീണ്ടും ബോർഡിന് കൊടുത്തത്? ഇപ്പോൾ അത് സംബന്ധിച്ച് സഭയിൽ ഉയർന്നു വന്ന പരാമർശത്തിന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കൊടുത്ത മറുപടി എന്താണ്? പരിയാരത്ത് ഫീസ് ഒരല്പം കുറയ്ക്കാമോ എന്നാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി പറഞ്ഞത് ആ കോളേജ് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്, അത് സ്വാശ്രയ കോളേജ് അല്ലാതാക്കി മാറ്റുകയാണ്, ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ്, ഗവൺമെൻറ് കോളേജിലെ ഫീസാക്കുകയാണ്. ഇത് ചെയ്താൽ പോരെ? പിന്നെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം, ലിജു ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം, നിങ്ങൾ അവിടെ ബോർഡ് ഭരിക്കുന്ന സമയത്ത്, നിങ്ങൾ നടത്തിയിരുന്ന സമയത്ത് അവിടെ പ്രിവിലേജ് സീറ്റ് എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഒരു മെറിറ്റും നോക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കാശ് വാങ്ങിയോ വാങ്ങാതെയോ കൊടുക്കാമായിരുന്നു. ഇപ്പോൾ നിയമസഭയ്ക്കകത്തുള്ള ഒരു MLA-യുടെ മകൾ 29,000-ത്തിനടുത്ത് റാങ്കുള്ളവർ ആ സീറ്റിലാണ് പഠിച്ചത്. ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു മുൻ ലോകസഭാംഗം 30,000-ത്തിന് മേൽ റാങ്കുള്ള ആൾ ആ സീറ്റിലാണ് പഠിച്ചത്. ഞങ്ങളുടെ കാലത്ത് ആ പ്രിവിലേജ് സമ്പ്രദായം എടുത്തു കളഞ്ഞു. ഇപ്പോൾ അവിടെ മെറിറ്റ് മാത്രമേ ഉള്ളൂ, മാനദണ്ഡം മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യം ചർച്ച ചെയ്ത് ഞാൻ വരാം. ശ്രീ ലിജു, താങ്കൾ ഉന്നയിക്കാൻ ശ്രമിച്ച രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഞാൻ ശ്രീ സ്വരാജ് പറഞ്ഞ ഈ ആശയം, അതായത് അനിവാര്യമായ ഒരു ഇവിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് അനുഭവിക്കുകയല്ലേ നിവൃത്തിയുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പരിമിതി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ CPM നേതാക്കന്മാരുടെ മക്കളൊക്കെ മെറിറ്റിലാണ് പഠിച്ചത് എന്നത് ശ്രീ സ്വരാജിന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ വസ്തുത അത് തെറ്റാണ്. അത് തികച്ചും മാനേജ്മെൻറ്റ് കോട്ടയുടെ ആനുകൂല്യങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം കൃത്യമായ തെളിവുകളോടെ പുറത്തു വന്നിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നേരത്തെ സ്വരാജ് സംസാരിച്ചപ്പോൾ ഈ ഫീസ് വർധനയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ശ്രീ സ്വരാജിൻ്റെ അറിവിലേക്ക് ഞാനൊരു കാര്യം പറയാം. മെഡിക്കൽ കോളേജുകളിലെ മെറിറ്റ് സീറ്റിൻ്റെ ഫീസ് 45,000-ൽ നിന്നും 1,38,000-ലേക്ക് ഉയർത്തിയത് UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന ഫീസ് 45,000 2011-ൽ UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അത് 1,38,000 രൂപയാക്കി ഉയർത്തിയത് LDF ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഈ 1,38,000 എന്നത് 5 വർഷക്കാലം കൊണ്ട് 1,85,000 വരെ ഉയർത്തി എന്നുള്ളതാണ് UDF സർക്കാർ ചെയ്തത്. എന്ന് പറഞ്ഞാൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വർധനവ് നടത്തിയത് LDF സർക്കാരാണ് എന്ന് വളരെ കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം BDS-ൻ്റെ സീറ്റ് 1,10,000-ലായിരുന്ന BDS-ൻ്റെ സീറ്റ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉയർത്തിയത് 4 ലക്ഷത്തിലേക്കാണ്. കേരളത്തിലെ പ്രതിപക്ഷം ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ആ വിഷയം ശക്തമായി ഉയർത്തിയതിനു ശേഷമാണ് 2,10,000-ലേക്ക് മാറ്റിയത്. അപ്പോഴും വർധനവ് 1 ലക്ഷം രൂപ. കേരളത്തിലെ ഞാൻ ഈ മാനേജ്മെൻറ്റ് കണക്കുകൾ വീണ്ടും എടുത്ത് പറയേണ്ടതില്ലല്ലോ. NRI 12, 15 ആയതും 8, 12 ആയതും ഈ കണക്ക് ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ വസ്തുതകളിലേക്ക് നോക്കിയാൽ ശ്രീ സ്വരാജ് തന്നെ വസ്തുതകളിലേക്ക് നോക്കിയാൽ ഫീസ് വർധനവ് എല്ലാ കാലഘട്ടത്തിലും നടപ്പിലാക്കിയിട്ടുള്ളത് LDF സർക്കാരാണ്. 45-ൽ നിന്നും 1,38 ആക്കിയത് LDF സർക്കാരാണ്. 1,85-ൽ നിന്നും 2.5 ആക്കിയതും LDF സർക്കാരാണ്. അതല്ലാതെ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വർദ്ധിപ്പിച്ചു എന്നത് സ്വരാജിൻ്റെ ഒരു തെറ്റായ പ്രസ്താവനയാണെന്ന് എൻ്റെ അഭിപ്രായം. ശ്രീ NP ചേക്കുട്ടി, ആശയപരമായ വിയോജിപ്പ് ഇപ്പോഴുമുണ്ട് ഈ സ്വാശ്രയ മേഖലയോടെങ്കിൽ തന്നെയും അതിൻ്റെ അതൊരു യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് അതിൻ്റെ അസ്വീകാര്യമായിട്ടുള്ള വശങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ശ്രീ സ്വരാജ് പറഞ്ഞത്. അതാണ് സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോളൂ. ഒരു കാര്യം കൂടി, അതായത് എനിക്ക് VV രാജകൃഷ്ണനോട് പറയാനുള്ളത്, ഞാൻ നിയമസഭയിലുള്ള ആളല്ല, പക്ഷേ എനിക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത് നിയമസഭയിലെ നിങ്ങളുടെ അംഗം ശ്രീ O രാജഗോപാൽ പ്രതിപക്ഷ പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ വളരെ കൃത്യമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഭരണപക്ഷത്തിന് അനുകൂലമായ നിലപാട്, മാനേജറുകൾ പിന്നെ എങ്ങനെ കോളേജ് നടത്തിക്കൊണ്ടുപോകുമെന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നാളിതുവരെ കേരളത്തിലെ നിയമസഭയിൽ ഞങ്ങളുടെ ഒരു അംഗം വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന സ്വഭാവം മാറും എന്ന് പറയുന്ന BJP ഇതുവരെ ഒരു പത്രസമ്മേളനം പോലും ശ്രീ O രാജഗോപാലിനെ ഞാൻ കേട്ടിട്ടില്ല.
അങ്ങനെയല്ല ശ്രീ ലിജു, അങ്ങനെയല്ല. ഇന്നത്തെ മാതൃഭൂപത്രത്തിൽ വി മുരളീധരൻ ലേഖനം എഴുതി, അത് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് വരാം. അതിന് മുമ്പ് ഞാൻ വരാം ശ്രീ വി രാജേഷ് താങ്കളിലേക്ക്. ശ്രീ എൻ പി ചെക്കുട്ടി അസ്വീകാര്യമായ ഒരു നിമിഷം ലിജു സമയമുണ്ടല്ലോ, ഒരു നിമിഷം. ശ്രീ എൻ പി ചെക്കുട്ടി അസ്വീകാര്യമായ വശങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ സർക്കാരിന്റെ ആകെ തന്നെയുള്ള വാദം. അത് അതിജീവിച്ചാൻ ശ്രമിച്ച് പൊതുജനത്തിന് അനുകൂലമായ വിധത്തിൽ ഈ വിദ്യാഭ്യാസ മേഖലയെ ഈ കോഴമുക്തവും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായതുമാക്കാനുള്ള ശ്രമമാണ് ഈ സർക്കാർ നടത്തുന്നത്. ഈ സമരം ഇങ്ങനെ ഒന്നാകെ വന്നിട്ടും MLA-മാരൊക്കെ നിരാഹാര സമരം കിടന്നിട്ടും പുറത്ത് ഈ മട്ടിലുള്ള സമരം ഉണ്ടായിട്ടും ടെലിവിഷൻ അടക്കമുള്ള മാധ്യമങ്ങൾ ഇവ വലുത തോതിൽ ചർച്ചയായിട്ടും ഫീസ് വർധന ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ഭീമമായിട്ടുള്ള വർധനയാണ് എന്ന വാദം സമ്മതിച്ചാൽ തന്നെയും ഈ പറയുന്ന സ്വാശ്രയ മേഖലയിൽ ഏതോ തരത്തിലുള്ള ഗുണപരമായ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഈ സർക്കാർ എന്ന തോന്നലുണ്ടാക്കി കൊടുക്കാൻ പിണറായി വിജയൻ്റെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും എം സ്വരാജ് അടക്കമുള്ള ആളുകളുടെയും ഇടപെടലുകൾക്ക് ഈ സമരകാലത്തെ ഇടപെടലുകൾക്കായിട്ടുണ്ടോ? തീർച്ചയായും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്വാശ്രയ മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവ്യവസ്ഥിതമായിട്ടുള്ള അവസ്ഥയുണ്ടായിരുന്നു. ആ അവ്യവസ്ഥിതമായ അവസ്ഥ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ നീറ്റ് ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഇതിൻ്റെ ആ ഒരു എൻട്രൻസ് ടെസ്റ്റിൽ നിന്ന് തന്നെ ആളെടുക്കണം. അപ്പോൾ ആ തരത്തിലുള്ള കുറേയേറെ മാറ്റങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റുകൾക്ക് നടത്തിക്കൊണ്ടുപോകേണ്ടതാണ്. മാനേജ്മെൻറ്റുകൾ കോളേജുകൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചെലവുകൾ അവർക്ക് വഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഫീസ് വർധനവ് എന്ന് പറയുന്നത് ഒരു അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമല്ല. പക്ഷേ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത് ആ വിഷയങ്ങളിൽ സർക്കാർ വേണ്ട വിധം ജാഗ്രത കാട്ടിയിരുന്നെങ്കിൽ കുറെ കൂടി കുറഞ്ഞ ഫീസിൽ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമായിരുന്നു എന്ന് തോന്നുന്നു. അല്ലാണ്ട് ഏതെങ്കിലും തലത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് അഴിമതിക്കുള്ള ശ്രമമാണെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇടതുപക്ഷ സർക്കാർ അഴിമതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല. കാരണം ഇതൊന്നും എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. അഴിമതി പലരും നടത്തിയിട്ടുണ്ട്. പക്ഷേ അഴിമതിയുടെ അന്തരീക്ഷത്തിനപ്പുറം കുറെ കൂടി സുതാര്യമായി കാര്യങ്ങൾ നടത്താനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായി വരുന്നുണ്ട്. ആ അന്തരീക്ഷത്തിന് അനുകൂലമായിട്ട് ഈ കോൺഗ്രസിന്റെ UDF-ന്റെ സമരം പോലും അതിന് സഹായകരമാണ്. കാരണം ഇത്തരം വിഷയങ്ങൾ ജനങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന വഴി യഥാർത്ഥത്തിൽ ജനങ്ങളുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ആരോപണങ്ങളിലൊന്നും വലിയ കഴമ്പില്ല. പക്ഷേ ഫീസ് ഇത്രയും ഉയർന്ന നിലയിൽ വരുന്നത് ഒഴിവാക്കാൻ സർക്കാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിനപ്പുറം മറ്റാരോപണത്തിൽ കഴമ്പില്ല. അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് വരാം, ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വി രാജേഷ്, നിയമസഭയ്ക്കകത്തെ BJP-യുടെ ഇടപെടലിനെ കുറിച്ച് ശ്രീ എം ലിജു പറഞ്ഞത് കേട്ടുവല്ലോ. ഇതുപോലൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം ഇങ്ങനെ സമരം നടത്തുന്നു, ഭരണപക്ഷം അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വേണ്ട രീതിയിൽ ഇടപെടൽ ഉണ്ടായിട്ടില്ല നിങ്ങളുടെ സാമാജികന്റെ ഭാഗത്ത് നിന്ന് എന്ന് ശരിയായി വിലയിരുത്തേണ്ടതല്ലേ? സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ഒരു 1.5 മാസമായി കേന്ദ്ര ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ 9 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ ഒരു 50 വർഷത്തിന് ശേഷമുള്ള പാർട്ടിയുടെ ഒരു പരിപാടി കോഴിക്കോട് നടക്കുന്നു എന്നല്ല. ഇപ്പോൾ കാണിക്കുന്ന വിഷ്വൽസ് ABVP-യുടെ ഇന്നത്തെ സമരമാണ്. ഞാൻ പറഞ്ഞതിന് ശേഷമെങ്കിലും ആ വിഷ്വൽസ് കാണിക്കാൻ തയ്യാറായതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. എന്തായാലും സമരം ചെയ്തില്ല എന്നുള്ള പരാതി ലിജുവിന് ഉൾപ്പെടെ ഉണ്ടെങ്കിൽ ആ കണ്ടോളൂ, അത് മാറിക്കഴിയും. മറ്റൊന്ന്, അതുകൊണ്ട് തന്നെ ഫീൽഡിൽ ഞങ്ങൾക്ക് മറ്റുള്ള സമരങ്ങളെ പോലെ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ സമ്മതിക്കാം. ഞാൻ ഇന്നും കോഴിക്കോട്ടാണ്. നാഷണൽ കൗൺസിലിൻ്റെ അക്കൗണ്ട്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നും കോഴിക്കോട്ട് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ലിജു മനസ്സിലാക്കേണ്ട, മറ്റൊരു പത്രമല്ല ലിജു, മാതൃഭൂമി പത്രത്തിൽ BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ V മുരളീധരൻ എഴുതിയ ആർട്ടിക്കിളായത്. നിലപാടെടുത്തത് കേന്ദ്ര സർക്കാർ എന്നുള്ള തരത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് BJP-യുടെ നിലപാട് വിശദീകരിച്ചെഴുതിക്കൊണ്ടുള്ള ആർട്ടിക്കിളായത്. ഇതിന് വളരെ മുൻപ് തന്നെ ഞങ്ങളുടെ നിലപാട്, സംസ്ഥാന തലത്തിലുള്ള നിലപാട് ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത്രയും പ്രമുഖ ഒരു പത്രത്തിൽ ഒരു 4-5 കോളം ഒരു വാർത്ത വന്നിട്ട് ലിജു BJP-യുടെ നിലപാട് കണ്ടില്ല എങ്കിൽ ഏതു തരത്തിലുള്ള പൊതുപ്രവർത്തനമാണ് കേരളത്തിൽ നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അതിശയം തോന്നുകയാണ്. അവിടെ സ്വാശ്രയ കോളേജ് നടത്തിക്കൊണ്ടുപോകാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ നിയമസഭാംഗത്തെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അത് കണ്ടോ സമരം? അല്ല, അത് ഞാൻ ആ തല്ലുകൊള്ളുന്ന ABVP-യുടെ പ്രവർത്തകരാ. ആ തല്ലുകൊള്ളുന്നത് ABVP-യുടെ പ്രവർത്തകരാ. കേരള നിയമസഭയിൽ നിങ്ങൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ സമൂല മാറ്റം വരുമെന്ന് പറഞ്ഞതിന് ശേഷം
സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് അല്ല, രാമകൃഷ്ണൻ പേരുള്ളത് കൊണ്ട് ശ്രീരാമകൃഷ്ണന് കൊടുത്തു. അതിനുശേഷം നിയമസഭയിൽ നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ ഒരാളല്ലേ ഉള്ളൂ നിയമസഭയ്ക്കകത്ത് എന്ന് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഭരിച്ചുണ്ടാക്കിയ പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാൻ തിരിച്ചു വരാം. ഞാൻ തിരിച്ചു വരാം. CM സ്വരാജ് സ്വാശ്രയ മേഖല സനീഷ് പറഞ്ഞോളൂ. സനീഷേ, ലിജു പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. ലിജു ഇപ്പൊ നിയമസഭയ്ക്കകത്ത് BJPയുടെ ഒരു അംഗം വന്നുള്ളത് ലിജു ഇത്ര അസ്വസ്ഥനൊന്നും ആവേണ്ട കാര്യമില്ല. ലിജു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വാശ്രയ കോളേജുകൾ നടത്താൻ ഇത്ര നിലപാടെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് അതിനകത്ത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതല്ലേ. ആ പാർട്ടിക്ക് നിലപാടുണ്ട്. ആ നിലപാടാണ് പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് സ്വാശ്രയ മേഖലയിൽ വേണ്ട ഈ തരത്തിലെങ്കിലും ജനാനുകൂലമായിട്ട് നിലപാടിന് കാരണമായിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം? അല്ലേ VV രാജേഷ്? ഓ രാജഗോപാലിന്റെ നിലപാട് BJPയുടെ നിലപാടല്ലാതെ ഏത് നിലപാടാ? BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് ഉദാഹരണങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. CM സ്വരാജ്, സ്വാശ്രയ മേഖലയോട് വിയോജിപ്പുണ്ടെങ്കിൽ തന്നെയും അത് യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ അസ്വീകാര്യമായ വശങ്ങൾ അതിജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ശരി, അസ്വീകാര്യമായ വശങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ആദ്യഘട്ടത്തിലെ പ്രതിസന്ധിയായിട്ട് വേണമെങ്കിൽ ഇതിനെ മനസ്സിലാക്കാമായിരുന്നു. അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് തന്നെയും ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ താങ്കളുടെ സഹപ്രവർത്തകനായ ഡോക്ടർ V ശിവദാസൻ, SFIയുടെ അഖിലേന്ത്യാ നേതാവായിരുന്നയാൾ, അദ്ദേഹം എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ കരുണ മെഡിക്കൽ കോളേജും കണ്ണൂർ മെഡിക്കൽ കോളേജും മുൻവർഷങ്ങളിലും പ്രവേശനത്തിനായി കോടികൾ കോഴ വാങ്ങുന്ന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ളതാണ്. എന്നാൽ അന്നൊന്നും പ്രസ്തുത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്നുള്ള മാറ്റമാണ് ഇപ്പോൾ കാണുന്നത്. എന്താണ് ആ മാറ്റം? ഇന്ന് സർക്കാരുമായി കരാർ ഒപ്പിടാത്ത ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് പോലും 4,40,000 രൂപ മാത്രം ഫീസുള്ളയിടത്ത് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ 10 ലക്ഷം രൂപ ഫീസ് വാങ്ങാൻ അനുമതി വിജ്ഞാപനമായി ഇറക്കി കൊടുത്തിരിക്കുകയാണ് സർക്കാർ. 7.5 ലക്ഷം രൂപ കരുണയ്ക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള നിലപാട് മാറ്റമാണ് ഈ ജനാനുകൂലമാക്കാനുള്ള ഇപ്പറയുന്ന തരത്തിലുള്ള അസ്വീകാര്യമായ വശങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത് ഏത് നിലക്കാണ്? ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു വാക്കിൽ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചർച്ച ആളുകളൊക്കെ കാണുകയല്ലേ. അപ്പോൾ എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് രാജേഷിനോട് എനിക്ക് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, ചോദ്യം വളരെ സ്പെസിഫിക് ആയിരുന്നു. നിങ്ങളുടെ ഏക നിയമസഭാംഗം അദ്ദേഹമാണല്ലോ സഭയിൽ പാർട്ടിയുടെ നിലപാട് പറയേണ്ട ആൾ. അദ്ദേഹം രാജേഷിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അദ്ദേഹം നിശബ്ദനായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷം ഉയർത്തിയ ഈ ആരോപണങ്ങൾ ആവർത്തിക്കുകയോ അദ്ദേഹത്തിൻ്റെതായ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. അതിന് രാജേഷിൻ്റെ മറുപടി ശ്രീ മുരളീധരൻ ലേഖനം എഴുതിയിട്ടുണ്ട് എന്നാണ്. ഞാനതില്ലാന്നൊന്നും പറയുന്നില്ല. അപ്പോ മുരളീധരൻ എഴുതിയ ലേഖനം ആണോ അതോ രാജഗോപാൽ സ്വീകരിച്ച നിലപാടാണോ? BJPയുടെ നിലപാട് ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. പാർട്ടിയുടെ നിലപാട് അല്ല, ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ പ്രയാസമാവും. എനിക്ക് പറയാൻ കഴിയില്ല. ഒരു നിമിഷം ശ്രീ രാജേഷ്, ഒരു നിമിഷം. താങ്കൾ ഉന്നയിച്ച പോയിന്റ് പാർട്ടിയുടെ നിലപാടാണ് BJP രാജഗോപാലിനും എന്നത് ഇതിനകം തന്നെ വ്യക്തമായി താങ്കളുടെ പോയിന്റ്. അദ്ദേഹം പറയട്ടെ. ശ്രീ സ്വരാജ് തുടരും. അല്ല സനീഷ, ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തം. രാജേഷ് ഇവിടെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. V മുരളീധരൻ ലേഖനം എഴുതിയതും മനസ്സിലായി. അപ്പോൾ BJPക്ക് ഒരു നിലപാടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത്, ആ നിലപാട് നിയമസഭയിൽ നിങ്ങളുടെ അംഗം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം നിശബ്ദനായിരുന്നു. അദ്ദേഹം ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. ആ കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചു വന്നേ ഉള്ളൂ. ഇവിടെ ലിജു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമുണ്ട്, ഫീസ് വർധനവിൻ്റെ തോത് സംബന്ധിച്ച്. ഞാൻ അതിൻ്റെ ഒരു തർക്കത്തിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിവിടെ പറഞ്ഞത് 2002-2003 കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിയിട്ടുള്ള ഫീസ് വർധനവ് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് ഈ ലിജുവും ഞാനും പറയുന്നത് തമ്മിലൊന്ന് താരതമ്യം ചെയ്യും. നിങ്ങളിപ്പോൾ ചോദിച്ച വിഷയത്തിലേക്ക് വരാൻ, അതോടൊപ്പം ഈ അസ്വീകാര്യമായ വശങ്ങൾ അതിജീവിക്കാൻ നടത്തിയ ശ്രമം എന്ന് ഞാൻ പറയുമ്പോൾ അതിനുവേണ്ടിയുള്ള ഈ കരാറിൻ്റെ ഭാഗമായി നിശ്ചിത ശതമാനം സീറ്റുകളിൽ വന്നിട്ടുള്ള ഫീസ് വർധനവ്, ആ വർധനവിനെയാണ് ഇവിടെ വിമർശനപരമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. 1 രൂപ പോലും ഫീസ് വർദ്ധിച്ചാൽ അത് അസ്വീകാര്യമെന്ന് കരുതുന്ന ഒരാളാണ് ഞാനും. പക്ഷെ നമ്മൾ കാണേണ്ടത് ആ കരാറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ആ കരാറിന് ഈ ഒരു ഭാഗം മാത്രമല്ലല്ലോ ഉള്ളത്. ആ കരാറിൻ്റെ ഭാഗമായി 8.5 ലക്ഷം രൂപയ്ക്ക് പഠിക്കേണ്ടിയിരുന്ന 219 കുട്ടികൾ 2.5 ലക്ഷത്തിന് പഠിക്കുന്നില്ലേ? ആ കരാറിൻ്റെ ഭാഗമായി BPL സീറ്റുകൾ എന്ന നിലയിൽ 25,000 പഠിക്കുന്നവരുടെ എണ്ണം കൂടിയില്ലേ? SCBC സീറ്റുകളുടെ എണ്ണം കൂടിയില്ലേ? കഴിഞ്ഞ വർഷം കരാറിൽ ഒപ്പിടാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവേശനം നടത്തിയ ആ സീറ്റുകളിൽ മാറ്റം വന്നിട്ടില്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണണം. എന്നിട്ട് സർക്കാർ എന്തിനു വേണ്ടി ഈ കരാറിൽ ഏർപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ വന്നത് ഈ 3 മെഡിക്കൽ കോളേജുകളുടെ പ്രശ്നമാണ്. അതിന് നിങ്ങൾ ചോദിക്കുന്നത്
ഈ 10 ലക്ഷത്തിനൊക്കെ സമ്മതിച്ചു കൊടുത്തില്ല എന്നാണ്. അങ്ങനെ പറയരുത്, അത് വസ്തുതയാവില്ല. ആ ഫീസ് നിശ്ചയിച്ചത് ഇപ്പോൾ ആ ഫീസിൽ അഡ്മിഷൻ നടക്കുന്ന സാഹചര്യം ഉണ്ടായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ തുടർന്നാണെന്ന് നമുക്കെല്ലാം അറിയില്ലേ. ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താ? അപ്പോൾ അപ്പീൽ പോകുക എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ ആ അപ്പീൽ ഇപ്പോൾ നടക്കുകയല്ലേ. ആ സുപ്രീം കോടതിയിൽ അപ്പീൽ നടക്കുമ്പോൾ തന്നെ പ്രവേശന നടപടികൾ തടസ്സപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടുള്ള ബാധ്യതയല്ലേ ഗവൺമെൻറ് ഇപ്പോൾ നിറവേറ്റുന്നത്? നാം കാണേണ്ടത് ഈ സർക്കാർ ഒരു കരാറിൽ ഏർപ്പെടാതെ മറ്റ് മാനേജ്മെൻറ്റുകളും കോടതിയെ സമീപിക്കുന്ന ഒരു നിയമയുദ്ധത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമുക്കേതായാലും ഇപ്പോൾ ഒരു അവസരം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. നീറ്റിൽ നിന്ന് എടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അത് വെച്ച് ക്യാപിറ്റേഷൻ ഫീസ് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഈ ഗവൺമെൻറ് നടത്തുന്നത്. ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങുന്നു എന്ന പരാതി ഉണ്ടെങ്കിൽ തെളിവ് എവിടെ എന്നല്ല ഞങ്ങൾ ചോദിച്ചത്. ദയവായി അങ്ങനെ പറയരുത്. ആ പരാതികൾ വിജിലൻസ് അന്വേഷിക്കാം എന്നാണ് പറഞ്ഞത്. തെളിവ് വേണം അന്വേഷിക്കാൻ എന്നല്ല, പരാതി അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വിജിലൻസ് അന്വേഷണത്തെക്കാൾ അഭികാമ്യം ക്രൈംബ്രാഞ്ച് അന്വേഷണമായിരിക്കും. അതങ്ങനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾ പറഞ്ഞത് സ്വീകരിക്കുകയാണ് ചെയ്തത്. എൻ്റെ ലിജു, നമുക്കൊക്കെ ഉള്ളിൽ അറിയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ സമരം നിങ്ങൾക്ക് അവസാനിപ്പിക്കാമായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ ഫീസ് കുറയ്ക്കാമോ എന്ന ചോദ്യത്തിന് ആ കോളേജ് തന്നെ ഏറ്റെടുത്ത് സർക്കാർ കോളേജ് ആക്കാമെന്നും അഴിമതി അന്വേഷണം ക്യാപിറ്റേഷൻ ഫീസ് അന്വേഷണം സംബന്ധിച്ച് വന്നപ്പോൾ വിജിലൻസ് അന്വേഷിക്കാമെന്നും അതല്ല ക്രൈംബ്രാഞ്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കാമെന്നും പറഞ്ഞപ്പോൾ സമരം നിർത്തേണ്ടതായിരുന്നു എന്ന വിനീതമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. പിന്നെ എന്തുകൊണ്ട് സമരം നിന്നില്ല എന്നത് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം. ഇതിന്റെ ഒരു പ്രശ്നം ശ്രീ ലിജു, ഇതിന്റെ ഒരു പ്രശ്നം ഈ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ഈ സമരകാലത്ത് നിങ്ങൾക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ പറ്റും എന്നതുപോലെ തന്നെ മറിച്ച് അപ്പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഞങ്ങൾ ഇന്ന കാര്യമാണ് ചെയ്തത് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും ഈ സമരകാലം അവസരം ഒരുക്കി കൊടുത്തു എന്നാണ്. അവിടെ ആരാണ് വിജയിച്ചത് എന്നൊരു ചോദ്യം കൂടെയുണ്ട്. ആരെങ്കിലും വിജയിച്ചോ തോറ്റോ എന്ന ചോദ്യം സംഗതമാണോ എന്ന ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പോലും അവിടെ ആരാണ് വിജയിച്ചതെന്ന ചോദ്യം നാളെ ഉയർന്നു വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നു. പിണറായി വിജയനാണെങ്കിലും ഇന്ന് സഭയിൽ അത് വ്യക്തമാക്കി ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്ന്. സനീഷ്, ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ശ്രീ എം സ്വരാജ് BJP അംഗത്തിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് വ്യക്തമാക്കിയതോടെ ശ്രീ രാജേഷ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ BJP എന്ത് നിലപാടും പുറത്ത് പ്രഖ്യാപിച്ചുകൊള്ളുക. പക്ഷെ നിയമസഭയ്ക്കുള്ളിൽ ശ്രീ ഒ രാജഗോപാൽ നിശബ്ദനാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾക്കൊപ്പമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ കാര്യം ശരിവെക്കുന്ന തരത്തിലാണ് ശ്രീ എം സ്വരാജ് സംസാരിച്ചത്. 2, ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 45,000-ൽ നിന്നും മെഡിക്കൽ ഫീസ് 1,38,000-ലേക്ക് വർദ്ധിപ്പിച്ചത് കേരളത്തിലെ LDF ആണ്. മുൻകാലങ്ങളിൽ ഇത്തവണയും വർധന ഉണ്ടായിരിക്കുന്ന LDF ആണ്. കേരളത്തിൽ ഫീസ് വർധന നടപ്പിലാക്കിയത് LDF കാലഘട്ടത്തിലാണെന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് ശ്രീ എം സ്വരാജ് പറഞ്ഞ കാര്യങ്ങളിൽ ചില വസ്തുതാപരമായ തെറ്റുകളുണ്ട്. 8 ലക്ഷത്തിൽ നിന്നല്ല ഫീസ് 2.5 ലക്ഷമായത്. 1,85,000-ൽ നിന്നാണ് ഫീസ് 2.5 ലക്ഷമായത്. 8 ലക്ഷത്തിൽ നിന്ന് ഫീസ് 12 ലക്ഷമാണ് ആയത്. 12 ലക്ഷത്തിൽ നിന്ന് ഫീസ് 15 ലക്ഷമാണ് ആയത്. അപ്പോൾ ഫീസ് കുറയ്ക്കപ്പെട്ടത്, ഫീസ് വർദ്ധിക്കപ്പെട്ടത് ഈ ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് എന്നുള്ള വസ്തുത അംഗീകരിക്കണം. പിന്നെ അടുത്ത കാര്യം, പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ശരി, നല്ല കാര്യം, ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഗവൺമെൻറ് ഏറ്റെടുത്തത് കൊണ്ട് ഇത്തവണ പ്രവേശനം കിട്ടിയ കുട്ടികൾക്ക് ഇപ്പോൾ അടയ്ക്കപ്പെട്ട ഫീസ് തിരികെ കൊടുക്കുമോ? ഞാൻ വളരെ കൃത്യമായൊരു ചോദ്യം ശ്രീ എം സ്വരാജിനോട് ചോദിക്കുകയാണ്. 1,85,000-ന്റെ സ്ഥാനത്ത് 2.5 ലക്ഷം രൂപ അടയ്ക്കപ്പെട്ടവർ 2 ലക്ഷം രൂപ അടയ്ക്കപ്പെട്ടവർക്ക് തിരികെ കൊടുക്കുമോ? 1.5-ൽ നിന്നും 2.5 ആക്കപ്പോൾ 1 ലക്ഷം രൂപ തിരികെ കൊടുക്കുമോ? ഇല്ല. 8 ലക്ഷത്തിൽ നിന്നും 12 ലക്ഷമാക്കിയ ഫീസ് തിരികെ കൊടുക്കുമോ? ഇല്ല. 12-ൽ നിന്ന് 14 ലക്ഷമാക്കിയ ഫീസ് തിരികെ കൊടുക്കുമോ? ഇല്ല. ഇത്രയും കുട്ടികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞത്. സ്വാശ്രയ ആശയത്തോട് തന്നെ ആശയപരമായ എതിർപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം, ഭരണ നേതൃത്വം ലാഭമെടുക്കാതെ അല്ലെങ്കിൽ സ്വകാര്യ മാനേജ്മെന്റ് എടുക്കുന്ന കൊള്ളലാഭം ഞങ്ങൾക്ക് വേണ്ട, കോളേജ് നടത്തിക്കൊണ്ട് പോയാൽ മതി എന്ന സ്റ്റാൻഡ് സ്വീകരിച്ചുകൊണ്ട് ഫീസ് കുറച്ചിരുന്നെങ്കിൽ അങ്ങനെയല്ലേ ഈ സമരം തീർക്കേണ്ടത്? അങ്ങനെയല്ലേ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണകൂടം പ്രതികരിക്കേണ്ടത്? കോളേജ് നടത്തിയാൽ മതി. സ്വരാജ്, താങ്കളുടെ മറുപടി വളരെ പെട്ടെന്ന്, സമയക്കുറവുണ്ട്. അതെ, ഞാനിപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ലിജു ഇങ്ങനെ തെറ്റായ കണക്കുകൾ പറയരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിലൊരു തർക്കത്തിന് പോകാതിരിക്കുന്നത് ഞാൻ ഈ നിങ്ങളുമായിട്ട് അനാവശ്യമായി ഇങ്ങനെ തർക്കത്തിൽ ശണ്ട കൂടാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. സനീഷ് തന്നെ പരിശോധിക്കൂ, മാധ്യമപ്രവർത്തകർ പരിശോധിക്കൂ, കേരളത്തിലെ ഫീസിൻ്റെ തീവട്ടിക്കൊള്ളയുടെ കാലഘട്ടം ഏതായിരുന്നു. ഞാൻ സ്പെസിഫിക്കായി പറഞ്ഞില്ലേ, 2002-2003 കാലത്തെ വർധനവ് നിങ്ങളൊന്ന് നോക്ക്, എന്നിട്ട് നമുക്ക് പറയാം. നിങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്ക്. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഞാനത് നേരത്തെ സൂചിപ്പിക്കുന്നത്, അവിടെ ഒരു പ്രശ്നമുള്ളത് ഈ സ്വാശ്രയ മേഖലയിൽ കുഴപ്പങ്ങൾക്ക് കാരണക്കാരായവർ എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന
ഈ വിഷയങ്ങൾക്കൊക്കെ തുടക്കമിട്ട UDF ആണ് കൊള്ള നടത്തിയത് എന്താണ്? പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം ഞങ്ങളിതാ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിക്കളയും എന്ന് നല്ല ആർജവത്തോടെ പറഞ്ഞ് അധികാരത്തിൽ വന്നൊരു സർക്കാരിൻ്റെ കാലത്ത് ഇമ്മട്ടിലുള്ള വർധന ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല, അത് ഞങ്ങൾ ഇനി അങ്ങോട്ട് ശരിയാക്കാനിരിക്കുന്നതിൻ്റെ പ്രാഥമികമായ നടപടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന കാലത്ത് നിങ്ങൾ അത് കേട്ട് മിണ്ടാതെ സമരം നടത്താതെ പോകുമായിരുന്നു എന്നൊരു ചോദ്യവും നാട്ടുകാർക്കുള്ളിൽ വരും. അല്ല, നിങ്ങൾ നിങ്ങളുടേതായ നിഗമനങ്ങളിൽ എത്തിക്കൊള്ളൂ. ഞാനിവിടെ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ഫീസ് വർധനവ് സംബന്ധിച്ചാണ്. അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. 2, പരിഹാരത്തിൻ്റെ കാര്യത്തിൽ ഈ ലിജു ഇവിടെ പറഞ്ഞ ആശങ്ക പ്രതിപക്ഷ നേതാവ് ചോദിച്ചതാണ് സഭയിൽ. അതിന് കൃത്യമായ മറുപടി അവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെയും കാര്യത്തിൽ ഇത് ബാധകമാക്കുന്ന നടപടി തന്നെ സർക്കാർ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് പ്രതിപക്ഷ നേതാവിന് ബോധ്യപ്പെട്ടതാണ്. ഞങ്ങൾ 11 മണിക്ക് യോഗം ചേർന്ന് മറ്റു കാര്യങ്ങൾ പറയാം എന്ന് അദ്ദേഹം വളരെ സൗഹൃദമായി പ്രഖ്യാപിച്ചിട്ടാണ് അന്ന് അവിടെ ഇറങ്ങിപ്പോയത്. അത് നമ്മൾ കാണണം. അപ്പോൾ ഈ ആശങ്കകളെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നെ ഞാനിവിടെ പറഞ്ഞ കണക്ക് ഈ 8.5 ലക്ഷത്തിൽ പഠിക്കേണ്ടിയിരുന്ന 219 കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ 2.5 ലക്ഷത്തിന് പഠിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞത്. SEBC BPL സീറ്റുകളുടെ എണ്ണത്തിൽ വന്ന വർധനവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ 8.5 ലക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞത് സർക്കാരുമായി കരാർ ഒപ്പിടാത്ത കഴിഞ്ഞ വർഷത്തെ കോളേജുകളുടെ ഇപ്പോൾ ഒപ്പിട്ടപ്പോൾ വന്ന മാറ്റത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. പിന്നെ പരിഹാരത്തിൻ്റെ കാര്യത്തിൽ 100% സീറ്റും മെറിറ്റാണ്. മാനേജ്മെൻ്റ് എന്നൊരു സംവിധാനം ഇപ്പോൾ ഇല്ല, പ്രിവിലേജ് എന്നൊരു സംവിധാനം ഇപ്പോൾ ഇല്ല. അത് ഈ ബോർഡാണ് എടുത്തു കളഞ്ഞത്. ആ കോളേജ് ഈ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ജനങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. പിന്നെ അവതാരകൻ ഇവിടെ ചോദിച്ചു, ഇതൊക്കെ അവർ നടത്തിയ കൊള്ള നിങ്ങളിത് നടത്താൻ വന്നവരാണോ എന്ന്. ഞങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ജനങ്ങളാണല്ലോ ഇപ്പോൾ ഇതൊക്കെ വിലയിരുത്തുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പോൾ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു ക്യാപിറ്റേഷൻ ഫീസ് ഇല്ലാതാക്കാൻ. കോടതിയുടെ ഇടപെടലിനൊക്കെ തുടർന്നാണ് അത് കിട്ടിയത്. അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. താങ്കൾ വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നു. പക്ഷേ ഈ പറയുന്ന 4 ലക്ഷത്തിന് സർക്കാരിനോട് ഒപ്പിടാത്ത ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ പോലും 4 ലക്ഷം ഫീസ് കൊടുത്ത് പഠിക്കുന്നിടത്ത് ഈ പറയുന്ന 10 ലക്ഷം രൂപ ഈ പറയുന്ന ന്യായീകരണങ്ങളൊക്കെ ഉണ്ട്, കോടതി വിധിയുടെ ഒക്കെ ന്യായീകരണങ്ങളുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ നിങ്ങളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്ന് ആലോചിക്കുന്നതിൽ തടസ്സം കുറ്റം പറയാൻ പറ്റുകയില്ല. നിങ്ങളായിരുന്നു, സ്വരാജ് ആയിരുന്നു അപ്പുറത്തുണ്ടായിരുന്നതെങ്കിൽ ഈ മട്ടിൽ ഇത് സർക്കാരിൻ്റെ ഹൈക്കോടതിയുടെ വിധി കൊണ്ടാണല്ലോ അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് സർക്കാർ പോയത് എന്ന് കണ്ട് നിങ്ങൾ അങ്ങോട്ട് ശാന്തരായി വീട്ടിലേക്ക് പോയിരിക്കുമായിരുന്നു എന്നാരും കരുതുകയില്ലല്ലോ. സമരം നടത്തുമായിരുന്നു നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേറൊരു കാര്യം ആലോചിക്കുന്നത് മനുഷ്യന്മാർ, നാട്ടുകാർ. പറയട്ടെ, നിങ്ങളായിരുന്നെങ്കിൽ എന്നൊക്കെ ചോദിക്കുന്ന ഹൈപ്പോത്തറ്റിക്കൽ അല്ലേ? പിന്നെ എന്നെ പ്രകോപിപ്പിക്കാനായിരിക്കാം. താങ്കൾ പ്രകോപിക്കരുത് എന്നാണ്. ഒരിക്കലും പ്രകോപനമില്ല. അല്ല, പറയട്ടെ, ഒരു സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിക്കുമ്പോൾ ഒരു സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുക എന്നുള്ളതാണ്. ആ അപ്പീലാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾ കരുതണ്ട ഈ വിധി, ഹൈക്കോടതിയുടെ വിധിയിൽ ഈ ഗവൺമെൻറ് കീഴടങ്ങുമെന്ന്. സുപ്രീം കോടതിയിൽ ആ നിയമയുദ്ധം തുടരും. അടുത്ത വർഷമാകുമ്പോഴേക്ക് ഗവൺമെൻറ്റിന് കൂടുതൽ സമയം കിട്ടും. നീറ്റിൻ്റെ വിധി നിലനിന്ന് കിട്ടിയാൽ, ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം കൂടി ഏർപ്പാടാക്കാൻ കഴിഞ്ഞാൽ എന്നേക്കുമായി ക്യാപിറ്റേഷൻ ഫീസ് ഇല്ലാതാവും. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമ്മതിക്കോ? പറഞ്ഞോളൂ. എനിക്ക് പറയാം. VV രാജേഷ് ഇവിടെ സൂചിപ്പിച്ചിരുന്നു ഈ UPA ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കേന്ദ്ര നിയമം ഉണ്ടാക്കിയില്ല എന്ന്. രാജേഷിന്റെ വിമർശനം വളരെ ശരിയാണ്. എങ്കിൽ ആ വിമർശനത്തെ ഞാൻ അംഗീകരിക്കുന്നതോടൊപ്പം രാജേഷിനോട് ചോദിക്കുന്നു, ഇതെല്ലാം ഒന്ന് അറുതി വരുത്താൻ, ഇതെല്ലാം ഒന്ന് ശുദ്ധീകരിക്കാൻ ഒരു സെൻട്രൽ ആക്ട് വേണം. ഇപ്പോൾ നിങ്ങളാണല്ലോ, നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുമോ? അത് കൊണ്ടുവരുമോ? അത് ചോദ്യമായിട്ട് ഞാൻ ഉന്നയിക്കും. VV രാജേഷ് ഇപ്പോൾ സ്റ്റുഡിയോ ഇല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി നൽകാനല്ല. ശ്രീ ലിജു, ഒരു കാര്യം, അതായത് ഇത്രക്ക് സാത്വികമായിട്ട് ഇത്രമാത്രം സമര പാരമ്പര്യമുള്ള, ഇത്രക്ക് സമരത്തിന് ഊർജ്ജമുള്ള പ്രതിപക്ഷ അല്ലെങ്കിൽ ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ഈ സംഘടനകളിലെ ആളുകൾ പോലും ഇത്രക്ക് സാത്വികമായി നോക്കിക്കാണുന്ന കാര്യത്തെ, എന്ന് വെച്ചാൽ കോടതികളുടെ വിധികളൊക്കെ ഉള്ളതുകൊണ്ടാണ്, അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി സർക്കാരിനെ ഉപദ്രവിക്കാതിരിക്കുകയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് പ്രതിപക്ഷത്തോട് പറയുന്ന ഈ നിലക്കുള്ള നിലപാടായിരുന്നു നിങ്ങൾ സ്വീകരിക്കേണ്ടിയിരുന്നത്. നിങ്ങളാണ് ഈ കുഴപ്പങ്ങൾക്ക് തുടക്കമിട്ട ആളുകൾ. അവരിത്രക്ക് സാത്വികമായി പരിഗണിക്കാമായിരുന്നൊരു വിഷയത്തിന്മേൽ ഇമ്മട്ടിലുള്ള സമരത്തിലേക്ക് പോയതാണ് കുഴപ്പമായത്. അതുകൊണ്ടെന്താണ്, കുറേ ആളുകൾക്ക് നിരാഹാരം കിടക്കേണ്ടി വന്നു, കുറേ ആളുകൾക്ക് തെരുവിലടിയേറ്റു, ഒന്നും സംഭവിച്ചുമില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ശ്രീ സ്വരാജ് പറഞ്ഞതുപോലെ അതീവ സാത്വികമായി കാര്യങ്ങളെ കണ്ട്, ഇക്കാര്യങ്ങൾ കോടതി വിധി കൊണ്ടുണ്ടായതാണല്ലോ എന്ന് കണ്ട് പരിഗണിച്ച് അവിടെ ഇരിക്കുകയാണ് വേണ്ടത്. സനീഷ് ഒരു കാര്യം,
ഒന്ന്, ഇപ്പോൾ സ്വരാജ് വളരെ സാത്വികമായി പറഞ്ഞു, ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു, ഞങ്ങൾക്കെതിരായി വിധി വന്നു, അപ്പോൾ ഇനി സുപ്രീം കോടതി വരുന്നിടം വരെ അവർ കാര്യങ്ങൾ നടത്തിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഹൈക്കോടതി വിധി എതിരായി കഴിയുമ്പോൾ കരുണ മെഡിക്കൽ കോളേജിനും കണ്ണൂർ മെഡിക്കൽ കോളേജിനും അനുകൂലമായ ഒരു അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ പ്രോസസ്സ് നടത്തപ്പെടാതിരിക്കാൻ വേണ്ടി അവരാവശ്യപ്പെടുന്ന 10 ലക്ഷവും 7 ലക്ഷവും ഫീസ് മേടിച്ചോട്ടെ എന്ന നിലപാടാണോ സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിക്കേണ്ടത്? സുപ്രീം കോടതി വിധി വരുന്നിടം വരെ ഈ 10 ലക്ഷവും 7 ലക്ഷവും രൂപ വാങ്ങാൻ അനുവദിക്കരുത് എന്ന സ്റ്റാൻഡാണോ സുപ്രീം കോടതിയിൽ എടുക്കേണ്ടത്? ഇവരെടുത്തത് ആദ്യത്തേതാണ്. എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി വിധി ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ എതിരായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഫീസ് വാങ്ങിച്ചോ, ഈ നിലപാടല്ലേ വളരെ വളരെ നന്ദി ശ്രീ ലിജു ഞങ്ങളോട് ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ NP ചെക്കുട്ടി, ഒറ്റ ചോദ്യം ബാക്കിയുണ്ട്. അതായത് ഈ പറയുന്ന തർക്കത്തിനകത്ത് വലിയ ഊർജ്ജത്തോടെ വന്ന BJPയുടെ ഇല്ലാതായി പോകൽ, അത് പിണറായി വിജയന്റെ അതികർക്കശമായിട്ടുള്ള നിലപാടിന് മുന്നിൽ അതിനോടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ സമരത്തിനിടയിൽ ഈ പറയുന്ന BJP വീണ്ടും പഴയ മട്ടിൽ പിന്നിലായിപ്പോയി എന്നതുണ്ടായിട്ടുണ്ടോ? അത് ഈ സമരങ്ങളുടെയും ഈ പ്രശ്നങ്ങളുടെയും ഒരു രാഷ്ട്രീയ ഫലമായിട്ട് എണ്ണാമോ? അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇവിടെ രണ്ട് യുവ നേതാക്കളും രാജഗോപാലൻ എന്തുകൊണ്ട് അസംബ്ലിയിലൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ രാജഗോപാലൻ നമ്മൾ കാണേണ്ടത് അദ്ദേഹം ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. എല്ലാ അവസരങ്ങളിലും അദ്ദേഹത്തിന് യുവാക്കളെ പോലെ ചാടി ഓടി ബഹളം വയ്ക്കാനൊന്നും കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരേ ഒരു അംഗമേ ഉള്ളൂ, അദ്ദേഹത്തിന് 90 വയസ്സായിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു പരിഗണന രാജഗോപാൽജിക്ക് നമ്മൾ കൊടുത്തേ പറ്റും. അതായത് ഈസ് എ സീനിയർ സിറ്റിസൺ. അപ്പോൾ ആ നിലയിലുള്ള ഒരു പരിഗണന വേണ്ട വിധം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിലെ വളരെ വളരെ നന്ദി ശ്രീ NP ചെക്കുട്ടി. സമയം കടന്നുപോയിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ M സ്വരാജ് MLA, ശ്രീ M ലിജു, ശ്രീ VV രാജേഷ്, ശ്രീ NP ചെക്കുട്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തിയത്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സ് കാണാം. നമസ്കാരം.